എടോ, ശരിക്കും നമ്മുടെ പ്ലാൻ എന്താ? നമ്മളിത് പ്രൊസീഡ് ചെയ്യുന്നുണ്ടോ? ഒന്നിനും ഇപ്പോൾ ഒരു ക്ലാരിറ്റി ഇല്ലാത്തതുകൊണ്ട് ചോദിച്ചു എന്നേ ഉള്ളൂ. എത്തിക്കാൻ പോലും സുഖമല്ലേ? എൻ്റെ വീട്ടിൽ എൻ്റെ പ്രേമമൊക്കെ പിടിച്ചിട്ട് പാപ്പച്ചി എന്നെ നാട് കടത്തിയത് ദുബായിക്കായിരുന്നു. അവിടെ മൂത്തുമാരുടെയൊക്കെ റിലേഷനിലുള്ളൊരു കമ്പനിയിലായിരുന്നു. 6 വർഷമാണ് ഞാൻ അവിടെ ഉണ്ടായിരുന്നത്. ഇതിനിടയിൽ ഞാൻ നാട്ടിൽ വന്നിട്ടില്ല. അവിടെ അങ്ങനെ ആരുമായിട്ടും എനിക്കൊരു കമ്മ്യൂണിക്കേഷനൊന്നും ഉണ്ടായിരുന്നില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുറേ കാർഗോ ബോക്സിൻ്റെ ഇടയിലായിരുന്നു എൻ്റെ ജീവിതം ഈ 6 വർഷവും. അതൊക്കെ വിട്ട് ഞാൻ നാട്ടിലെത്തിയിട്ട് എനിക്ക് മനസ്സിലായ കാര്യം, എനിക്ക് മനുഷ്യരായിട്ട് കാര്യങ്ങൾ പറയാനും മിണ്ടാനും ഒരു ഇച്ചിരി പ്രശ്നമായി തുടങ്ങിയിട്ടുണ്ട്. ചിലപ്പോൾ അതുകൊണ്ടൊക്കെ ആയിരിക്കും തന്നോടൊക്കെ എനിക്ക് കറക്റ്റായിട്ടൊന്നും മിണ്ടാൻ പറ്റാതെ. എടോ സോറി. ഒരു സോറി പറയാനാണോ ഇത്രയും കഥ പറഞ്ഞേ? ജിമ്മി ഇനി ജിമ്മിക്ക് ഇഷ്ടമുള്ളത് മാത്രം ചെയ്താൽ മതി. തനിക്ക് വിഷമമൊന്നുമില്ലേ? വിഷമല്ല ഞാൻ പറയില്ല, ചില വിഷമൊക്കെ ഞാൻ കിടക്കും. ആ സാറില്ല. ഇവിടെ മുതല് കാണാൻ പറ്റുന്നില്ലേ? ഇവിടെ ഇത്ര ഏരിയ ഉണ്ട് മൊത്തം. കുറച്ച് പണി പെൻഡിങ് ഉണ്ട്. ഇതാണ് ഓഫീസ് ഏരിയ. ഇത്രയുണ്ട്. നിന്റെ പ്ലാൻ എന്താ? കുറച്ച് പരിപാടികൾ. ഏതായാലും നീ കാറൊന്നും വെക്കാൻ നിൽക്കണ്ട, നമുക്ക് കാര്യങ്ങളൊക്കെ ശരിയാക്കാം. ഓഫീസിൽ എനിക്കൊരു ടേബിളും ചെയറും കൂടി ഇട്ടേക്ക്. മൂത്താപ്പനെയും കൊച്ചാപ്പനെയും കൂട്ടി കച്ചവടം തുടങ്ങണ്ട. നമുക്ക് നമ്മുടെ രീതിയിൽ കാര്യങ്ങളൊക്കെ സെറ്റാക്കാം. എന്തേ, എന്തു പറയണു? നീ വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യും, ബാക്കി നമുക്ക് നോക്കാം. നീ ടെൻഷൻ ഒന്നും അടിക്കണ്ട കേട്ടോ? ശരി 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 ശരി. ഹലോ ജിക്കാക്ക. ഒരു പുതിയ വിശേഷമുണ്ട്. മിക്കാക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഗാരേജ് തുടങ്ങാനുള്ള ഫണ്ട് മിക്കാക്ക് തരാന്ന് പറഞ്ഞു. ശരിക്കും? ഇതൊന്ന് സെലിബ്രേറ്റ് ചെയ്യണ്ടേ? പിന്നെ അല്ലാതെ. നമുക്കൊന്ന് കറങ്ങാൻ പോയാലോ? പെട്ടെന്ന് റെഡിയാവും. ഞാൻ ദേ എത്തി. ഇപ്പൊ റെഡിയാവാം. ഹായ്. ഹായ് ഹായ്. അവനൊന്നും ചെയ്യില്ല. വാ. ഇരിക്ക്. ഇരിക്ക്. ഞാനിപ്പോൾ ഒരു ഷോറൂം തുടങ്ങുന്നുണ്ട് വിൻറ്റേജ് കാറിൻ്റെ ഒക്കെ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഈ ബെൻസ് കാണാൻ വേണ്ടി വന്നതാണ്. ഈ ബെൻസോ? അതെ, ഇത് സാറിന് വിൻറ്റേജ് കാറുകളൊക്കെ ഇഷ്ടമാണല്ലേ? നീ ആരോടീ പറയണേ? അച്ഛൻ വണ്ടിയൊന്നും ഓടിക്കില്ല. ഇതെന്റെ ഒരു അമ്മാവൻ തന്ന വണ്ടിയാ.
മതി മതി, പോയി ചായ കൊണ്ടുവന്നേ. ചായ വന്നോളൂ. അനിയത്തിക്കുട്ടി എന്ന് പറഞ്ഞപ്പോ ഇത്രയും ചെറിയ കുട്ടിയാന്ന് കരുതിയില്ല. ചായ കുടിക്കുമാനെ. ഇവിടത്തെ പറമ്പിലുണ്ടായ പഴ. ഓ അല്ല, കല്യാണമൊന്നും ആയില്ലേ? ഇല്ല, ഞാൻ ഈ ബിസിനസിന്റെ തിരക്കൊക്കെ ആയിട്ട്. പെണ്ണുകാണിലൊക്കെ നല്ല തകൃതിയായിട്ട് നടക്കുന്നുണ്ട്. ഇക്കാക്കയും അനിയത്തിക്കുട്ടിയും കൂട്ടിയിട്ടാ പോവാറ്. ഓ അത് ശരി. ജിക്കക്ക ആഹാ, ഇവര് നല്ല കമ്പനിയായല്ലോ. മറിയങ്ങ് വന്നേ. ഇവിടെ ഇരി. എന്താ പഴംപൊരി കഴിക്കാത്ത? കഴിക്ക്. അതെന്താ, ഐസ്ക്രീമും ഷേക്കും മാത്രമേ കഴിക്കുള്ളൂ? വേറെന്താ ഇഷ്ടം? ആഹാ, ഒരു പഴംപൊരി കഴിച്ചാലേ നമുക്കൊരു റൗണ്ട് പോവാം. എനിക്കറിയാട്ടോ നീ എന്തിനാ ചിരിക്കുന്നത്. തന്റെ അച്ഛനെന്ത് നാടകമാണോ? അതിൻ്റെ ഇടയിൽ അമ്മ പഴംപൊരി ആയിട്ട് ഇവിടുത്തെ തന്നെ പഴംപൊരിയാണ്, ഓർഗാനിക്കാണ്. കയ്യിൽ പോയി. നിന്നെ മറക്കാനായി ഞാൻ കുറേ ശ്രമിച്ചിട്ടുണ്ട്. എപ്പോഴൊക്കെ ഞാൻ അതിനു വേണ്ടി ട്രൈ ചെയ്തിട്ടുണ്ടോ അപ്പോഴൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട് അത് മാത്രം എന്നെ കൊണ്ട് സാധിക്കില്ലെന്ന്. അത് ഞാൻ ഇപ്പോൾ നിന്നെ വീണ്ടും കണ്ടതിന് ശേഷം എപ്പോഴും ചോദിക്കാൻ ആഗ്രഹിച്ചത്, എനിക്കൊന്ന് മിസ്സായ ചാൻസ് അതൊന്നുകൂടി ഉണ്ടോ? നീ എൻ്റെ കൂടെ ഉണ്ടാവണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്.